ഹായ് എവരി വൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന കൂറ ജനതാ പാർട്ടി അറിയോ? കോക്രോച്ച് ജനതാ പാർട്ടി. കൂറകൾക്ക് വേണ്ടി കൂറകൾ ഉണ്ടാക്കിയ പാർട്ടി, അതായത് CJP. തലവട്ടപ്പന്മാർ വന്നിരിക്കുന്നത് 3 രാജ്യത്താണ് ഇരിക്കുന്നത്. 3 രാജ്യത്തിരുന്നാണ് ഇവർ ഈ ഒരു പാർട്ടി ഉണ്ടാക്കിയത്. ഒരാൾ വന്ന് അമേരിക്ക, ഒരാൾ വന്ന് ജർമ്മനി, ഒരാൾ വന്നിട്ട് ഓസ്ട്രേലിയ. ഈ 3 രാജ്യത്തിരുന്നിട്ടാണ് ഈ രാജ്യദ്രോഹികൾ ഒരു ജൻസി കലാപം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന പോലെ ഒരു ജൻസി കലാപം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കണം ഇവർക്ക്. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ പറയുന്നത് BJPയുടെ സോഷ്യൽ മീഡിയയേക്കാൾ കൂടുതൽ അക്കൗണ്ടുകളേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഇവർക്ക് കിട്ടി. പക്ഷേ ഇവർ പറയുന്നില്ല കോൺഗ്രസിനേക്കാളും കൂടുതൽ കിട്ടിയെന്ന്. അതാണ് ഇവന്മാർ വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. കോൺഗ്രസിനേക്കാളും കൂടുതൽ കിട്ടിയെന്ന് പറയത്തില്ല. പക്ഷേ ഈ CJPയുടെ ഫോളോയിങ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യക്തികളാണ് ഇവരുടെ ഫോളോവേഴ്സായിട്ടുള്ളത്. അത് ഇവർ പറയത്തില്ല. CJPക്ക് 10 മില്യൺ, 12 മില്യൺ, 18 മില്യൺ ആയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഉണർവോളിയാണ് ഈ പാർട്ടി നയിക്കാനായിട്ട് കൂടെ നിൽക്കുന്നത്. അതിൻ്റെ സോഷ്യൽ മീഡിയയൊക്കെ അതിൻ്റെ പ്രൊമോഷനും എല്ലാം ഇവരാണ് ഏറ്റെടുത്തേക്കുന്നത്. ഫ്രെഡി ഫ്രാൻസിസിനെ കണ്ടറിയാം, പക്ക ഒരു രാജ്യദ്രോഹിയാണ്, രാജ്യവിരോധിയാണ്. പുള്ളി ചെയ്യുന്ന വീഡിയോസൊക്കെ രാജ്യത്തിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയൊക്കെയാണ്. പുള്ളിക്ക് കോൺഗ്രസ് ആണ് വലുത്. മൻമോഹൻ സിംഗും നമ്മുടെ പപ്പുമോനും ഒക്കെയാണ് വലുത്. അതാണ് ഇവ. പിന്നെ CJP പറയുമ്പോൾ നിങ്ങൾക്ക് CJPയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ജോയിൻ ചെയ്യണമെങ്കിൽ പാർട്ടിയിൽ നിങ്ങളൊരു ജൻസി ആയിരിക്കണം. ജൻസിയിൽ നിങ്ങൾക്ക് ജോലി കാണാൻ പാടില്ല. അങ്ങനെ ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഉണർവോളികൾക്കാണ് ഈ പാർട്ടിയിൽ അവകാശമുള്ളത് ജോയിൻ ചെയ്യാൻ. പിന്നെ വരുന്നത് നമ്മുടെ ഈ പാർട്ടി ഇവർ പറയുന്നുണ്ട്, ഇവർ ഭരണത്തിൽ വന്നു കഴിയുമ്പം 5 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്യുന്നവർക്ക്, അവർക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ ആണെങ്കിലും അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് രാജ്യസഭാ സീറ്റിലൊക്കെ ഒരു അവസരം കൊടുക്കും പിന്നെയും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം. അതുപോലെ പിന്നെ ഈ പല ഫോറിൻ കൺട്രീസിൽ എംബസിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അംബാസിഡേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അത് നിർത്തലാക്കും. പിന്നെ വോട്ട് ചോരി ഇതൊക്കെ പറഞ്ഞ് കുറേ ഇപ്പം നമ്മുടെ പപ്പുമോൻ നടന്നില്ലേ, അതുപോലെ വോട്ടിങ് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നു കയറിയ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടല്ലോ, അവരെയൊക്കെ തിരിച്ച് പറഞ്ഞു വിടുമ്പോൾ അവരുടെ വോട്ട് കുറയല്ലോ. അപ്പോൾ അതിനെതിരെ അത് നടപടി എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കും. ഇതാണ് ഇവരുടെ രണ്ടാമത്തെ ഇത്. പിന്നെ മൂന്നാമത്തെ വന്നു വെച്ചിട്ട് ഇവരുടെ സ്ത്രീകൾക്ക് ഇവർ അവകാശങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് നമ്മുടെ BJP സർക്കാർ ഈയിടെ പാർലമെൻറ്റിൽ ഒരു ഇത് കൊടുത്തായിരുന്നു, സ്ത്രീകൾക്കും ഇനി പാർലമെൻറ്റിൽ സീറ്റ്സും റിസർവേഷനും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ ഉണർവോളികളും കോൺഗ്രസും എല്ലാം കൂടെ അത് എതിർത്ത് ആ ഒരു നിയമം പാസ്സാക്കിയില്ല. ഇപ്പോൾ ഇവർ വന്നിട്ട് പറയുന്നത് 50% സീറ്റ് ഇവർ കൊടുക്കുന്നു സ്ത്രീകൾക്ക് പാർലമെൻറ്റിലും ക്യാബിനറ്റ് പൊസിഷനിലും ഒക്കെ. ഇത് തന്നെയല്ലേ BJPയും ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിനെ എതിർത്തിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്നു. ഇതിൽ എന്ത് അന്തസ്സാണുള്ളത്? പിന്നെ എല്ലാ മീഡിയയും ന്യൂസ് ചാനൽസും ഓൺ ബൈ അംബാനിയും അദാനിയും അവരുടെ ഉടമസ്ഥയിലുള്ളത്, അവർ പാർട്ട്ണർഷിപ്പുള്ള എല്ലാ മീഡിയ ചാനലും ഇന്ത്യയിൽ അതിൻ്റെ ലൈസൻസ് ബാൻ ചെയ്യും. അതെന്ത് ജനാധിപത്യമാണെന്ന് എനിക്കറിയത്തില്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ തന്നെ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെന്നല്ലേ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഉള്ള അദാനിയും അംബാനിയുടെയും മീഡിയ ലൈസൻസ് എന്തിനാണ് റദ്ദാക്കുന്നത്? അവർക്കും ഇല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച്? പിന്നെ വരുന്നത് 5ാമത്തെ റിക്വയർമെൻ്റാണ്. ഇപ്പോൾ നമുക്കെല്ലാം അവകാശമുണ്ട് ഏത് പാർട്ടി ചൂസ് ചെയ്യണം, ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കണം. ഇവർ വന്നിട്ട് പറയുന്നത് എനി MLA ഓർ MP, ഏതെങ്കിലും ഒരു MLA MPയോ CJPയിൽ നിന്ന് വന്നിട്ട് ഈ പാർട്ടിയിൽ നിന്ന് തിരിച്ച് ഇറങ്ങിപ്പോയാൽ, ഈ പാർട്ടിയെ വിട്ടു പോയി കഴിഞ്ഞാൽ ആ പോയ MPക്ക് MLAക്കോ പിന്നത്തെ വരുന്ന 20 വർഷത്തേക്കിനും ബാൻ ആയിരിക്കും ഇലക്ഷനിൽ പങ്കെടുക്കാൻ. എന്ത് ഒരു നിങ്ങൾ തന്നെ ഒന്ന് ഉദ്ദേശിച്ച് നോക്കിയാൽ എന്ത് ന്യായമാണ് ഇവർ പറയുന്നത്? ഇവരുടെ പാർട്ടിയിലെ റിക്വയർമെൻറ്റ്സാണ് ഇവർ ഇന്ത്യയിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 20 വർഷത്തേന് ആ ഒരു ടൈം പീരീഡിലേക്ക് പിന്നെ ഇവരുടെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആൾക്ക് പിന്നെ മത്സരിക്കാൻ പറ്റത്തില്ല. ഇതാണ് CJP. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഉദ്ദേശിക്കുക, CJP എന്ന് പറഞ്ഞ പാർട്ടി എങ്ങനെയുണ്ട്?
കൂറുകൾക്ക് വേണ്ടി കൂറുകൾ ഉണ്ടാക്കിയ പാർട്ടി. അപ്പോൾ ശരി, നന്ദി.